മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. 5 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം നൽകിയിരിക്കുന്നു. PR ശ്രീജേഷിന് പത്മഭൂഷൺ, ജോസ് ജാക്കോ പെരിയപുറത്തിന് പത്മഭൂഷണാണ്. അതോടൊപ്പം തന്നെ പത്മശ്രീ പുരസ്കാരങ്ങൾ IM വിജയനും K ഓമനക്കുട്ടി അമ്മയ്ക്കും ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് അല്ലേ അനൂപ് ദാസ്? പത്മഭൂഷൺ, ജോസ് ചാക്കോ പെരിയപുരത്തിന് പത്മഭൂഷൺ, ഒപ്പം തന്നെ IM വിജയന് പത്മശ്രീ, K ഓമനക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീ എല്ലാം നൽകി രാജ്യം ആദരിക്കുമ്പോൾ ഉറപ്പായും കേരളത്തിന് അഭിമാനത്തിന് നിമിഷം എന്ന് തന്നെ പറയാം. MTക്ക് നൽകിയ മരണശേഷം അദ്ദേഹത്തിന് നൽകിയ ബഹുമതി അത് ഓരോ മലയാളിയെയും സന്തോഷിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ നേട്ടത്തിനൊപ്പം തന്നെ സന്തോഷിപ്പിക്കുന്നു. ആകെ 139 പേർക്കാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. 7 പേർക്ക് പത്മവിഭൂഷൺ, 19 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് MTക്ക് പ്രഖ്യാപിച്ച പത്മവിഭൂഷണാണ്. ഒപ്പം തന്നെ MTക്കൊപ്പം മറ്റ് 6 പേർക്ക് കൂടി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുകയാണ്. ജഗദീഷ് സിംഗ് ശേഖർ, ഒപ്പം തന്നെ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ഇങ്ങനെ 7 പേർക്ക് പത്മവിഭൂഷൺ. ഒപ്പം തന്നെ നമ്മളെ കേരളത്തെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള മുഹൂർത്തം എന്ന് പറയുമ്പോൾ IM വിജയന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ K ഓമനക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീ നൽകിയിരിക്കുന്നു. പത്മഭൂഷണാണ് PR ശ്രീജേഷ് നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനം ലോകവേദിയിൽ ഒളിമ്പിക്സിലെല്ലാം പലതവണ ഉയർത്തിപ്പിടിച്ച, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഹോക്കിയിലെ ഗോൾ കീപ്പർ എന്ന ഖ്യാതി കഴിഞ്ഞ കുറച്ചേറെ വർഷമായി കൊണ്ടു നടക്കുന്ന, ഇപ്പോൾ പരിശീലകനായി പുതിയ റോൾ ഏറ്റെടുത്ത PR ശ്രീജേഷിനുള്ള ആദരവ് ഓരോ മലയാളിക്കുമുള്ള ആദരവായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ ആളുകൾക്കും പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടയാൾ സുശീൽ കുമാർ മോദിയാണ്. ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന BJPയുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച നേതാവ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകിയാണ് രാജ്യം ആദരിച്ചിരിക്കുന്നത്. എന്തായാലും 139 പേർക്ക് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യം ആദരിച്ചിരിക്കുന്നു ഈ മഹാപ്രതിഭകളെ.